ശ്രീമതി ടീച്ചർ പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അതായത് അമ്മയുടെ സംഘടനയുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിൽ എല്ലാ ഇതിലും ആണുങ്ങളാണ്, ഇവിടെ എന്താ പെണ്ണുങ്ങൾക്ക് സ്ഥാനമില്ലേ എന്നാണ് ശ്രീമതി ടീച്ചറിന്റെ ഒരു ചോദ്യം. എന്തായാലും അത് ശരിയാണ്. അമ്മ എന്ന സംഘടനയിൽ ആ പേര് പോലെ തന്നെ മുൻസ്ഥാനങ്ങളിൽ വരേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. വർഷങ്ങളായി അവിടെ ആൺ ആധിപത്യമാണ് വരുന്നത്. അവിടെ പെണ്ണുങ്ങൾ അത് മുന്നോട്ട് വരണം, അവരും സംഘടനയെ നയിക്കട്ടെ എന്നുള്ള തോന്നൽ അതിലിരിക്കുന്ന പുരുഷന്മാർക്ക് ഒന്നടങ്കം ഉണ്ടാവേണ്ടത് തന്നെയാണ്. പക്ഷേ KR ഗൗരിയമ്മയെ പോലുള്ള നല്ല തന്റേടമുള്ള സ്ത്രീകൾ ഭരിച്ച പാർട്ടിയാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷ പാർട്ടിയിൽ എത്ര പേർ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നിട്ടുണ്ട്, പാർട്ടിയെ നയിക്കാൻ വന്നിട്ടുണ്ട്, പാർട്ടിയിൽ മുൻനിരയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഏറ്റവും ഒടുവിൽ KK ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി ആകണമെന്ന് ആവർത്തിച്ച് പറഞ്ഞവരാണ് കേരളത്തിലെ ജനങ്ങൾ. കാരണം ആരോഗ്യ മേഖലയിൽ KK ശൈലജ ടീച്ചർ വഹിച്ച പങ്ക് എത്രയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. നിപ്പ വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഓരോ നിമിഷവും അവരെ ആശ്വസിപ്പിച്ച, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത KK ശൈലജ ടീച്ചർ വലിയ ഭൂരിപക്ഷത്തിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറിയത്. എന്നിട്ട് ടീച്ചറുടെ സ്ഥാനം എന്താണ്? ടീച്ചറെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ ഒരു പാർട്ടിയല്ലേ ശ്രീമതി ടീച്ചറെ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത്? എത്ര സ്ത്രീകൾക്ക് നിങ്ങൾ മുൻതൂക്കം നൽകിയിട്ടുണ്ട് ഈ സർക്കാരിൽ? വീണയും ബിന്ദുവും ചിഞ്ചുറാണിയും ഒക്കെ എങ്ങനെയാണ് വന്നതെന്നും എങ്ങനെയാണ് മന്ത്രിമാരായതെന്നും ഒക്കെ അറിയാം. പിണറായിയുടെ സഹാക്കന്മാരുടെ ഏറാമൂളിയായി നിന്നുകൊണ്ട് അവരൊക്കെ പദവികൾ നേടിയെടുത്തു. നല്ല തന്റേടവും ചങ്കൂറ്റമുള്ള സ്ത്രീകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവരൊന്നും നേതൃനിരയിലേക്ക് വന്നില്ല? കേരളം ഭരിക്കാൻ ഇടതുപക്ഷത്തെ സ്ത്രീകൾക്ക് യോഗ്യതയില്ലാത്തത് കൊണ്ടാണോ? ഉത്തരം പറയേണ്ടത് ശ്രീമതി ടീച്ചർ തന്നെയാണ്. കാരണം എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് ആധിപത്യം വേണമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇടതുപക്ഷക്കാർ. എന്നിട്ടും നിങ്ങൾ ഭരിക്കുന്ന സർക്കാരിൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ആധിപത്യം നൽകുന്നില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേതൃനിലയിലേക്ക് വരാനുള്ള ഒരു അവസരം നിങ്ങൾ നൽകുന്നില്ല? അതിന് ഉത്തരം കണ്ടുപിടിച്ചിട്ട് പോരെ ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാൻ പോകാൻ?